ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ലേൺ എക്കണോമി മലയാളത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്വിസ്നെറ്റ്സ് കൺസംഷൻ പസിൽ. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. അപ്പോ സൈമൺ ക്വിസ്നെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റിന്റെ ഒരു US ബേസ്ഡ് സ്റ്റഡിയുടെ ഫലമായിട്ട് വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ക്വിസ്നെറ്റ്സ് കൺസംഷൻ പസിൽ എന്ന് പറയുന്നത്. സോ വാട്ട് ദിസ് പേഴ്സൺ വാസ് ഡൂയിങ് വാസ് ദാറ്റ് he was studying long term US data. ഏകദേശം ഒരു 30 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് അദ്ദേഹം US ഇക്കോണമിയെ പഠിക്കുകയായിരുന്നു. അപ്പോൾ US ഇക്കോണമി പഠിക്കുക എന്ന് പറയുമ്പോൾ US ഇക്കോണമി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ഇൻസ്റ്റെഡ് he was taking two variables. രണ്ട് വേരിയബിൾസ് എടുത്തിട്ട് ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം നോക്കിയത്. സോ 30 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ആണ് ഇദ്ദേഹം നോക്കിയത്. സോ ഈ രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻകവും മറ്റേത് കൺസംഷനും ആണ്. ഓക്കെ, സോ whenever he was studying this US data by conducting income and consumption for almost 30 years, ഈ ഒരു ഡേറ്റ എടുത്തിട്ട് പഠിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായത് അതിഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. So what is this contradiction all about? അതായത് ഷോർട്ട് റൺ സെനാറിയോയും ലോങ് റൺ സെനാറിയോയും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. എന്തിന്റെ ബേസിസിലാണ് ഷോർട്ട് റൺ സെനാറിയോയും ലോങ് റൺ സെനാറിയോയും മാച്ച് ചെയ്യാത്തത്? അതായത് ഷോർട്ട് റണ്ണിലെ ആൾക്കാരുടെ കൺസംഷൻ പാറ്റേണും ലോങ് റണ്ണിൽ വരുന്ന ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ സൈമൺ ക്വിസ്നെറ്റ്സിന് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ലേറ്റർ നോൺ ആസ് ക്വിസ്നെറ്റ്സ് കൺസംഷൻ പസിൽ. ഇതിനെയാണ് നമ്മൾ പിന്നീട് ക്വിസ്നെറ്റ്സ് കൺസംഷൻ പസിൽ എന്ന് വിളിച്ച് ഇരുന്നത്. അതായത് വലിയൊരു പസിലായിരുന്നു. പസിൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അങ്ങോട്ട് ഒരു പ്രോബ്ലം അതിനെ നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അതായത് ഷോർട്ട് റണ്ണിലെ കേസും ലോങ് റണ്ണിലെ കേസും അങ്ങോട്ട് മാച്ച് ചെയ്യാതെ ഒരു 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 കോൺട്രഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. സോ ദിസ് വാസ് വാട്ട് ക്വിസ്നെറ്റ്സ് വാസ് ഫൈൻഡിങ്. ഓക്കെ, നൗ അപ്പൊ നമ്മൾ ആദ്യം ഷോർട്ട് റണ്ണിലെ സെനാരിയോ കാണുന്നു, എന്നിട്ട് നമ്മൾ ലോങ് റണ്ണിലോട്ട് പോവും, ലോങ് റണ്ണിന്റെ കേസ് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിൽ മാച്ച് ചെയ്യാതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി ഷോർട്ട് റണ്ണിന്റെ കേസും ലോങ് റണ്ണിന്റെ കേസും തന്നെ ഡിഫറെന്റ് ആണ്. കാരണം ഷോർട്ട് റൺ എന്ന് പറയുന്ന സെനാറിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്, അല്ലെ? ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്. അപ്പോൾ ഷോർട്ട് റണ്ണില് ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ ക്രോസ് സെക്ഷണൽ സ്റ്റഡി, അതായത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എന്നുള്ള ബേസിസിൽ നമുക്ക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാം. ഓൾസോ വി ക്യാൻ ഡു സർട്ടൻ ടൈം സീരീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ള ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ സെനാറിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിൽ സെനാറിയോ എടുക്കുമ്പോൾ ക്രോസ് സെക്ഷൻ സ്റ്റഡി ആയിക്കോട്ടെ, ടൈം സീരീസ് സ്റ്റഡി ആയിക്കോട്ടെ, ഇത് നടത്തിയപ്പോൾ നമ്മുടെ ക്വിസ്നെറ്റ്സിന് കാണാൻ പറ്റിയത് ശരിക്കും നമ്മുടെ APC ഉണ്ടല്ലോ. സോ വാട്ട് ഇസ് APC? APC is average propensity to consume. Average propensity to consume, അല്ലെ? ഇതാണ് നമ്മുടെ APC. സോ ഈ APC ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ഇൻകം ആയിട്ട് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഇസ് C/Y. അതായത് ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഇൻകവും കൺസംഷനും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ നമുക്ക് ഒരു റേഷ്യോ ഫോമിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ C/Y എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. സോ ഈ C/Yയിൽ വരുന്ന മാറ്റമാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോ? whenever your income is rising. So വൈനെ ഞാൻ ഇവിടെ ഇൻകം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. C is consumption. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ ഈ ഒരു നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. C എന്ന് വെച്ചാൽ കൺസംഷനും Y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകവും. അത് നിങ്ങൾ മാറിപ്പോകരുത്, മറന്നു പോകരുത്. സോ ഈ മോസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഇക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്സ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഫോളോ ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഫോളോയിങ് ദാറ്റ്. ഓക്കെ, സോ അപ്പോ നമ്മുടെ ഷോർട്ട് റണ്ണില് ബിസിനസിന് കാണാൻ പറ്റിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം കൂടുമ്പോൾ നമ്മുടെ APCക്ക് എന്താ സംഭവിക്കുന്നത്? APC is falling. അതായത് ഇൻകം കൂടുമ്പോൾ നമ്മുടെ C/Y എന്താ സംഭവിക്കുന്നത്? C/Y fall. C/Y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ APC. ഇതെന്താണ്?
C/Y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ APC. അപ്പൊ APC ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? C/Y ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻകം കൂടുമ്പോൾ APC ഫോളോ ചെയ്യുന്നു. ഇതാണ് ക്വിസ്നസിന് ഷോർട്ട് പീരീഡിലെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഷോർട്ട് റൺ ഫൈൻഡിങ്സ് ഇതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇൻകം കൂടുതൽ വരുമ്പോഴും നിങ്ങളുടെ APC അവിടെ കുറയാനുള്ള കാരണം, കൺസംഷൻ അവിടെ കുറയുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ വേറെ എന്തോ അവിടെ നടക്കുന്നുണ്ട്. യു ആർ യൂസിങ് യുവർ ഇൻകം ഫോർ സംതിങ് എൽസ്, isn't it? അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇൻകം ഇസ് ഈക്വൽ ടു C+S. എന്താണ് ഇൻകം? Y എന്ന് വെച്ചാൽ C, കൺസംഷൻ പ്ലസ് സേവിങ്. S എന്ന് വെച്ചാൽ സേവിങ്. അതുപോലെ നമുക്കറിയാം വേറൊരു കാര്യം, ഇവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റിയുടെ കേസിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ AP എന്നുള്ള ടേം എടുത്തത്. സോ ലെറ്റ്സ് കൺസിഡർ APC പ്ലസ് APS എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ APC കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കാം? APS കൂടുന്നു എന്നുള്ളതല്ലേ? അല്ലെ? നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ കൺസംഷൻ ആസ്പെക്ട് കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സേവിങ്സ് കൂടുന്നു എന്നുള്ളതല്ലേ? So this is what has happened. അതായത് higher income households, these people were saving a greater part of their income. അല്ലേ? So this was what happened. അതായത് കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ ഇൻകത്തിന്റെ കൂടുതൽ പ്രൊപ്പോർഷൻ they were saving, right? So അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. Now, ഇപ്പൊ ഷോർട്ട് റൺ സെനാരിയോ നമ്മൾ മനസ്സിലാക്കി. കമ്മിങ് ടു ലോങ് റൺ. ലോങ് റൺ ഫൈൻഡിങ്സ് എന്താണ്? ലോങ് റൺ എന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് കേസ് ആണ് നമ്മൾ എടുക്കുന്നത്, റൈറ്റ്? ലോങ് പീരീഡ് കേസിൽ ഫോർ എക്സാമ്പിൾ ഡെക്കേഡ്സ് ഓഫ് നാഷണൽ ഡേറ്റ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നേരത്തെ ഷോർട്ട് റണ്ണിൽ കണ്ട കാര്യമല്ല ക്വിസ്നസിൽ കാണാൻ പറ്റുന്നത്. ക്വിസ്നസ് ഇസ് ഏബിൾ ടു ഫൈൻഡ് സംതിങ് ഡിഫറെന്റ്. ഇവിടെ അഗൈൻ ഇൻകം കൂടുകയാണ്. ഇൻകം കൂടുമ്പോൾ നേരത്തെ APCക്ക് എന്താ സംഭവിച്ചത്? APC കുറയുകയായിരുന്നു. പക്ഷെ ഇവിടെ ലോങ് പീരീഡിൽ ലോങ് റണ്ണിൽ വരപ്പോ ഇൻകം കൂടുകയാണ്. പക്ഷേ C/Y അല്ലെങ്കിൽ APC എന്ന് പറയുന്നത് എന്താണ്? ദിസ് ആക്ച്വലി ഓൾമോസ്റ്റ് ഇത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ്. ദിസ് ഇസ് റഫ്ലി കോൺസ്റ്റന്റ്. ഇൻകം കൂടുമ്പോഴും ഇതിന് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു ലോങ് റണ്ണില്. മറ്റേ സ്ഥലത്ത് ഇങ്ങനെ അല്ലായിരുന്നു, ഷോർട്ട് റണ്ണിൽ ഇങ്ങനെ അല്ലായിരുന്നു. കോൺട്രഡിക്ഷൻ വന്നില്ലേ? ഈ ഒരു കോൺട്രഡിക്ഷൻ ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു കൺസംഷൻ പസിൽ, ബിസിനസ് കൺസംഷൻ പസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ, ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ വ്യക്തമായിട്ട് അറിയണ്ടേ? ഇപ്പോ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ ശരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് C is equal to A plus B1. ഇവിടെ C എന്ന് വെച്ചാൽ എന്താണ്? C is consumption. What is Y? Y is equal to income, right? ഇവിടെ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിലും C എന്ന് വെച്ചാൽ കൺസംഷൻ, Y is equal to income തന്നെയാണ്. ഇനി ഷോർട്ട് റൺ കൺസംഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഫാക്ടർ ഉണ്ട്, ദാറ്റ് ഇസ് A. വാട്ട് ഇസ് A? A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് കൺസംഷൻ ആണ്. ഓട്ടോണോമസ് കൺസംഷൻ വിച്ച് ഇസ് പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഫോർമുല വൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ സംതിങ് എക്സ്ട്രാ ഇസ് ദെയർ ആൻഡ് ദാറ്റ് ഇസ് A. പക്ഷെ ഇവിടെ C is equal to BY. ലോങ് റണ്ണിൽ C is equal to BY. Here there is no autonomous consumption, അല്ലെ? No A component. So ഇവിടെ A is equal to 0, right? Now, coming to the diagrammatic explanation. So ഇവിടെ നമുക്ക് ഇൻകത്തിനെ X ആക്സിസിൽ എടുക്കാം, കൺസംഷനെ Y ആക്സിസിൽ എടുക്കാം. ഇതിന്റെ ബേസിസിൽ നമ്മൾ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനെയും ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. So first let's take the short run consumption function. Short run consumption function എന്ന് പറയുന്നത്, let's consider for the sake of understanding things easily നമുക്ക് മനസ്സിലാക്കാം. We can start it from some point on the X axis. X axisലെ ഒരു പോയിന്റിൽ നിന്നാണോ? അല്ല, Y ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റുന്നത്? നമ്മുടെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ തുടങ്ങാൻ പറ്റുന്നത്. സി, Y ആക്സിസ് നോക്ക്, ഇതാണ് X ആക്സിസ്, മറക്കരുത്. ഈ X ഉം Y മാറിപ്പോകരുത്. അത് വലിയ ഒരു പ്രോബ്ലം സൃഷ്ടിക്കുന്ന കേസാണ്. ഇഫ് യു ആർ ആക്ച്വലി ഇന്റർചേഞ്ചിങ് X ആൻഡ് Y ആക്സിസ്,
എക്സ് ആക്സിസ് ഏതാണ് വൈ ആക്സിസ് ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോ ഇവിടെ മനസ്സിലാക്കി, whenever it comes to y axis, this is y axis, the vertical one. അപ്പോ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ തുടങ്ങിയിരിക്കുന്ന ആ ഒരു ലൈൻ തുടങ്ങിയിരിക്കുന്നത്. So this is our short run consumption function. See, this is our short run consumption function. ഇവിടെ എന്താണ് APC ക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ C by Y ക്ക് സംഭവിക്കുന്നത്? It's falling. And we do have a positive A, right? ഇവിടെ A എന്ന് വെച്ചാൽ എന്താണ്? Greater than 0 ആണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. This much is our A. Okay? ഈ ഒറിജിനൽ മുതൽ ഇത്രയും വരെയാണ് നമ്മുടെ A എന്ന് പറയുന്നത്. This much. Now, നമ്മുടെ ഒറിജിൻ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? So it is from the origin we do have our long run consumption function. Long run consumption function is actually starting from the origin. ഇവിടെ A എന്താണ്? A is equal to 0. ഇവിടെ നമുക്ക് ഒരു autonomous consumption component ഇല്ല. APC എന്താണ്? APC കോൺസ്റ്റന്റ് ആണ്. ആവറേജ് propensity to consume കോൺസ്റ്റന്റ് ആണ്. നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? APC കോൺസ്റ്റന്റ് ആണ്. C by Y is constant, right? Now, അപ്പൊ ഇതാണ് ശരിക്കും ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, why does consumption as a proportion of income appear to decline in short run but remain constant in long run? ലോങ് റണ്ണില് ഇത് എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആയത്? ഷോർട്ട് റണ്ണിൽ എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ചെയ്തത്? ഷോർട്ട് റൺ സെനാറിയോ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്, ഷോർട്ട് റണ്ണിൽ വീണ്ടും ഞാൻ എഴുതാണ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഇൻകം കൂടുന്നു, APCക്ക് എന്താ സംഭവിക്കുന്നത്? APC കുറയുന്നു. ലോങ് റണ്ണിൽ എന്താ സംഭവിക്കുന്നത്? ലോങ് റണ്ണിൽ എന്താ സംഭവിക്കുന്നത്? ഇൻകം കൂടുന്നു, APC എന്താണ്? APC is approximately constant, അല്ലെ? റഫ്ലി അത് കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ ഇങ്ങനെ വരുന്നു എന്ന് മാത്രമേ പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞില്ല. And this has been explained later on by several economists who developed their theories. അപ്പോ if you look at the permanent income hypothesis, മിൽട്ടൺ ഫ്രീഡ്മാന്റെ permanent income hypothesis നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. മോൾജിഗ്ലാനി ആൻഡ് ബ്രംബർഗിന്റെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് നോക്കുകയാണെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ കുറച്ച് ക്രിസ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് തിയറീസും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളെ പ്രസന്റ് കൺസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇൻകം മാത്രം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. There have been something called other factors influencing us. നമ്മളെ ഇൻഫ്ലുവൻസിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളെ ഇൻഫ്ലുവൻസിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോവാണ്. മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ അതിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്നു. പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ ഇരിക്കുന്ന സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ പറയാണ് ഇതിന്റെ പ്രൈസ് ചിലപ്പോൾ നാളെ കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മറ്റോ പറയുകയാണെങ്കിൽ ഞാനും ചിന്തിക്കും, ഓ അങ്ങനെ കൂടുകയാണെങ്കിൽ നാളെ ഇതേ കമ്മോഡിറ്റി ഞാൻ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അതിനേക്കാൾ നല്ലത് നാളത്തേക്ക് ഉള്ളതും കൂടി ഇന്നങ്ങ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമല്ലേ. ചിലപ്പോൾ ആ സെയിൽസ് പേഴ്സൺ പറയാണ്, ഇങ്ങനെ സാധാരണഗതി പറയാറില്ല, എന്നാൽ കൂടി എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാണ് ഇതിന് പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ടേ എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇന്ന് വാങ്ങുന്നത്, പ്രൈസ് കുറയുമ്പോൾ വന്ന് കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ പോരെ. See, it's all about your expectations, right? The way in which you are thinking. അത് നമ്മുടെ ഇന്നത്തെ പർച്ചേസിനെ ബാധിക്കില്ലേ? ഞാൻ ഇന്ന് കൂടുതൽ വാങ്ങണോ കുറച്ച് വാങ്ങണോ, അത് ഇന്നത്തെ ദിവസം ഒന്നും വാങ്ങണ്ടയോ എന്നുള്ളത് എൻ്റെ ഇൻകത്തിന് മാത്രം ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. അഗൈൻ മൈ ലൈഫ് സ്റ്റേജ്, ഞാൻ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളാണ്? ആം ഐ ബിലോങ്ങിങ് ടു ഓൾഡ് ഏജ്? ആം ഐ ബിലോങ്ങിങ് ടു യങ്ങർ ഏജ്? ഞാൻ യങ്ങാണോ ഓൾഡ് ആണോ മിഡിൽ ഏജ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത് അനുസരിച്ചിരിക്കും എൻ്റെ കൺസംഷൻ ബിഹേവിയർ. അപ്പോൾ യങ് സ്റ്റേജിൽ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളായിരിക്കില്ല, എല്ലാ കാര്യങ്ങളുടെ കേസ് അല്ല പറയുന്നത്, ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് അത് തന്നെ ആയിരിക്കണം എന്നില്ല ഞാൻ ഓൾഡ് ഏജിൽ വാങ്ങിക്കുന്നത്, റൈറ്റ്? നൗ മൈ വെൽത്ത്, എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്തോരം പൈസയുണ്ട്, ആം ഐ ഓണിങ് സം പ്രോപ്പർട്ടി, ഇതൊക്കെ എൻ്റെ ഇന്നത്തെ കൺസംഷൻ ബിഹേവിയറിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ള കാര്യമല്ല, അത് മാത്രമല്ല
അതല്ല എന്നല്ല, അത് മാത്രമല്ല എന്റെ കൺസംഷൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും രണ്ട് രീതിയിൽ ഇൻകം കൂടിയപ്പോൾ APC ബിഹേവ് ചെയ്തത്. Okay, so this is what we could understand. So hope you could understand the complete scenario behind Quizlet consumption puzzle and the resolution of the puzzle. Okay, so that's all for today. Before ending, I would like to request you to download the Learn Economy app, from which you will be getting the previous year question papers and answers, free study materials, live as well as recorded classes, and free MCQ based weekly test. Also, നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ join ചെയ്യാം, and also you can like, share and subscribe to our channel for more videos. Thank you.